സീസൺ 2-ൽ നമ്മൾ കണ്ണൂർ വാരിയേഴ്സ് ട്രിവാൻഡ്രം കൊമ്പൻസിനെ ആദ്യ മാച്ചിൽ നേരിട്ടപ്പോൾ നമ്മൾ 3-2-നാണ് ജയിച്ചത്. ആ ജയത്തിന് നിർണായകമായ പങ്ക് വഹിച്ച 3 പേരാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഷിജിൻ ഡേയുടെ ഒരു ഓപ്പണിംഗ് ഗോളിലാണ് നമ്മൾ ലീഡ് ചെയ്തത്. ഷിജിൻ തിരുവനന്തപുരത്തു നിന്നാണ് ഹോം ടൗണിനെതിരെ ഒരു ഗോൾ അടിക്കുമ്പോൾ, ഹോം ടൗണിലെ ക്ലബിനെതിരെ ഒരു ഗോൾ അടിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വന്നത്? പറയുമ്പോൾ എനിക്ക് വരുമ്പോൾ തന്നെ അവരായിട്ട് ജയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഹോമാണ്, അപ്പോൾ അതിനെതിരെ കളിക്കുമ്പോൾ അവർ ജയിച്ചാൽ നമുക്ക് അതിന് വേറെ രീതിയിലൊരു സന്തോഷമാണ് അത്. പിന്നെ ഈ ഹോം ടൗണിൽ നിന്ന് വേറൊരു ക്ലബിന് കളിച്ച് ഹോം ടൗണിൽ എന്തായാലും നാട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ആൾക്കാരുടെ മുന്നിലും ഒരു വൻ കോൺഫിഡൻസ് അല്ലേ ആ ഒരു ഓപ്പണിംഗ് ഗോള് അടിക്കുമ്പോൾ? ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗോൾ അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ടീംമേറ്റ്സ് കാരണം അടിക്കാൻ പറ്റി. അതും ഹോമിൽ തന്നെ അടിച്ച് വിലസ് വെച്ചാണെങ്കിൽ വളരെ സന്തോഷം. അപ്പൊ സിനാന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനാൻ കണ്ണൂർക്കാരനാണ്. അപ്പോൾ ഓപ്പണിംഗ് ഗോൾ വന്നത് ഒരു തിരുവനന്തപുരംകാരനിട്ടും 2 അസിസ്റ്റ് വന്നത് കണ്ണൂർക്കാരനിട്ടും. അത് ഭയങ്കര ഒരു ഡ്രമാറ്റിക് മാച്ചായി മാറിയുന്നത്. അപ്പൊ സിനാൻ എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ദൈവത്തിനും കോച്ചുമാരുടെ അടുത്ത് നന്ദിയായി പറയുന്നത്. കാരണം എന്നെ വിശ്വസിച്ച് ഇറക്കിയാണ്. SLKയിൽ ആദ്യ മത്സരമാണ് എൻ്റെ. അതിൽ തന്നെ 2 അസിസ്റ്റ് കൊടുക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ സിനാൻ ഓപ്പൺ ട്രയൽസിൽ നിന്നാണ് കണ്ണൂർ വാരിയേഴ്സിലേക്ക് സെലക്ഷൻ കിട്ടി വരുന്നത്. സിനാൻ കളിക്കുന്ന ഒരു ബിഗ് ടൂർണമെൻറ്റ് കൂടിയാണ് സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഈ ഫസ്റ്റ് മാച്ച്. അപ്പം അങ്ങനെ ഒരു മാച്ചിൽ കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരത്ത് വന്നിട്ട് 2 അസിസ്റ്റ് അടിച്ച് നമ്മൾ 3-2 ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ സിനാൻ്റെ എന്താണ് ഒരു മൈൻഡിൽ ഓർമ്മ വരുന്നത്? ഈ ഒരു അസിസ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള മൊമെൻ്റ് ആണെങ്കിലും എന്താണ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ടീം 1-1 നിൽക്കുകയാണ്. അപ്പോൾ എന്നെ സബ് ഇറക്കുന്ന സമയത്ത് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഗോൾ അടിക്കണം, അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിക്കണം. അങ്ങനത്തെ ഒരു ഇതിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റി, ടീമിൻ്റെ വിജയത്തിൽ പങ്കാളിയാകാൻ പറ്റി. അത് ഭയങ്കര എന്താ പറയുക, ആവേശവും സന്തോഷവും തോന്നിക്കുന്നു. സിനാന്റെ അസിസ്റ്റ് വരുന്നതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റിലല്ല രണ്ടും വന്നത്. അതിന് അബ്ദുൽ കരീം സാംപ്, യുവർ ഗോൾ, the angle of your goal, the way you scored it, amazing. How did you do that? What did you think? First, happy Colombin. Happy to score goal. And I continue to work for the club because I like cup. ആൻഡ് ഇന്ന് സിനാൻ്റെയും അതേപോലെ തന്നെ സാംബയുടെയും ഒരു ഇൻക്രെഡിബിൾ കെമിസ്ട്രി ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ അമേസിങ്. ആൻഡ് ഷിജിൻ്റെ ഓപ്പണിംഗ് ഗോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ മാച്ച് ഒരു ഡ്രമാറ്റിക് മാച്ചായിരുന്നു. ഒരു ഓൺ ഗോൾ, ആ ഓൺ ഗോളും ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു അല്ലേ? വേറെ എന്താണ് സ്റ്റാൻഡിലുള്ള ആൾക്കാരെ പറ്റി പറയാനുള്ളത്? കണ്ണൂർ വാരിയേഴ്സിന് കിട്ടിയ സപ്പോർട്ട്. അവർ ഇത്രയും ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്ത് മീൻസ് ബാക്കി ഭാഗം ഫുള്ള് ട്രിവാൻഡ്രത്തിൻ്റെ ഫാൻസ് ആയിരുന്നു. അപ്പോൾ ഇത്ര ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്ത് അപ്പോൾ അടുത്ത കളികളിൽ അവർ ഇതുപോലെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വരണം. എല്ലാവർക്കും കണ്ണൂരിലുള്ള ഫാൻസിനോട് എന്താ പറയാനുള്ളത്? അടുത്ത ഹോം മാച്ചസ് കണ്ണൂരിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രിവാൻഡ്രത്തിൻ്റെ സപ്പോർട്ട്. അതുപോലെ നമുക്ക് കണ്ണൂരിലും അത്രയും ഒരു ഫാൻ ബേസ് നമ്മൾ കാണിക്കണം. എന്തായാലും സെക്കൻഡ് എഡിഷനിൽ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഒരു ഇൻക്രെഡിബിൾ സ്റ്റാർട്ടായിരുന്നു. ക്യാപിറ്റൽ സിറ്റി കേരളത്തിൻ്റെ ട്രിവാൻഡ്രം കൊമ്പൻസിനെതിരെ 3-2 ഒരു ഡ്രമാറ്റിക് വിന്നായിരുന്നു. ഇനി കൂടുതൽ മാച്ചസ് നമുക്ക് കാണാം. അടുത്ത മാച്ച് മലപ്പുറത്തിൻ്റെ കൂടെയാണ്. അതിന് അപ്പുറത്തോട്ടുള്ള എല്ലാ മാച്ചിനും ഇതുപോലുള്ള നല്ല ജയങ്ങൾ ഉണ്ടാവട്ടെ. സോ ജയിക, വാഴുക.